മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാല തൊടുപുഴ റോഡില് ഒരു PWD റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, PWD എന്ന് പോലും പറയാൻ പറ്റില്ല, മലയോര ഹൈവേ ആയിട്ട് KM മാണി സാറിന്റെ കാലത്ത് മലയോര ഹൈവേ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് പോയിരിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ട് 31 സെന്റ് സ്ഥലത്തില് ഒരു 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീട് താമസിക്കുവാൻ വേണ്ടത് കയറി താമസം കഴിഞ്ഞു. അപ്പോൾ ഈ വീടും സ്ഥലവും ചോദിക്കുന്ന വില 99 ലക്ഷം രൂപ. ഒരു നല്ലൊരു വ്യൂ പോയിന്റിൽ നല്ലൊരു റിസോർട്ട് വൈബോട് കൂടി ജീവിക്കാം. റോഡ് ഈ വീട് കഴിഞ്ഞ് റോഡ് കഴിഞ്ഞ ഒരു പുഴ, ആ രീതിയിലാണ് ഈ വീടിന്റെ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലൈമറ്റോട് കൂടി നല്ലോണം ജീവിക്കാവുന്ന രീതിയിൽ 31 സെന്റ് സ്ഥലത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ മൊത്തം വീഡിയോ നമുക്കൊന്ന് കാണാം. ഇത് PWD റോഡിൽ നിന്നും, ഞാൻ പറഞ്ഞു PWD റോഡ് മാത്രമല്ല, ഇപ്പോൾ PWD റോഡാണ്. മലയോര ഹൈവേ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് മാണിസാറിൻ്റെ രജിസ്റ്റർ ബുക്കിൽ കയറിപ്പോയതാണ്. അതായത് കേരള സർക്കാരിൻ്റെ രജിസ്റ്റർ ബുക്കിൽ കയറിപ്പോയതാണ്. KM മാണി സാറ് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അത്രയും നല്ല ഒരു റോഡ് ആക്സസിൻ്റെ ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി, ഇത് ഈ റബ്ബർ മരം നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെയാണ്. ഈ തെളിച്ച് കിടക്കുന്ന റബ്ബർ മരം നിൽക്കുന്ന ഭാഗമൊക്കെ ബാക്ക് സൈഡിൽ അരിഞ്ഞു നിർത്തിയിരിക്കുന്നു. ഇനിയും കൂടുതൽ 31 സെൻറ്റ് സ്ഥലത്തേക്കാൾ കൂടുതൽ ഒരു 15 സെൻറ്റ് സ്ഥലവും കൂടി വേണമെങ്കിലും ഇതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു 40-45-50 സെൻറ്റ് സ്ഥലത്തിനടുത്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അങ്ങനെ കൂടുതൽ സ്ഥലത്തിനകത്ത് പുതിയ വീടോടുകൂടി താമസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടംപോലെ ജലലഭ്യതയുള്ളൊരു മേഖലയാണ്. കുറേ സ്ഥലം മേടിച്ചിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അവിടെ കൃഷി ചെയ്താൽ ഈ ഇപ്പോഴത്തെ കടുത്ത വേനൽക്കാലത്തൊക്കെ നനയ്ക്കുവാനായിട്ടുള്ള വെള്ളമൊക്കെ വേണം. അങ്ങനെ നനയ്ക്കുവാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു നല്ല ജലലഭ്യത കൂടി വേണം. അങ്ങനെ ജലലഭ്യതയുള്ള നല്ലൊരു മേഖലയിൽ കൂടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുറ്റം കടന്ന് നമ്മൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. താമസിക്കുവാൻ വേണ്ടി താമസിക്കുവാൻ വേണ്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. ഏകദേശം ഒരു 2 മാസമൊക്കെ ആയി കാണുള്ളൂ കയറി താമസം കഴിഞ്ഞിട്ട്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്, അത് നമ്മൾ ഹോളും ഡൈനിങ്ങും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് ഒരു സെമി ഓപ്പൺ കിച്ചണാണ് കാണുന്നത്, പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ്. അപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ബാക്ക് സൈഡിൽ നല്ല മുറ്റമൊക്കെ ഉള്ള ഒരു മേഖലയാണ്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, താമസിക്കുവാൻ പണിത വീട്. ഇവിടെ വിൽപ്പനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്കൊക്കെ ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുവാനായിട്ട് മീനച്ചിൽ ഹോംസ് റെഡിയാണ്. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഇവിടെ പാലായുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് പാലാ ടൗണുമായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് പാലാ ടൗണിൽ നിന്നുള്ള ദൂരമാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് തൊടുപുഴ റോഡിലേക്ക് രാമപുരം ഭാഗത്തേക്ക് രാമപുരം വഴി എറണാകുളത്തേക്കൊക്കെ പോകേണ്ടവർക്ക് ഏറ്റവും എളുപ്പമുള്ള ആക്സസ് ഉള്ള ഒരു മേഖല തന്നെയാണ് ഇവിടെ. അങ്ങനെയുള്ള ഈ മേഖലയിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ സ്വന്തമാക്കാം. ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക. വീഡിയോയോടൊപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരെ